ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ലാവൻഡറിൻ്റെ ജെല്ല് വെച്ചിട്ടുള്ള ലാവൻഡർ സോപ്പാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണെങ്കിലും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കൂ, നിങ്ങൾക്കെല്ലാം യൂസ്ഫുൾ ആകും. ഒരുപാട് വീട്ടമ്മമാർ ഇപ്പം സോപ്പ് മേക്കിങ്ങും അതുപോലെ തന്നെ ഇത് സെല്ല് ചെയ്യാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. എന്താണെങ്കിലും വീഡിയോ ഫുള്ളായിട്ട് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 500 ഗ്രാം ബേസാണ് എടുക്കുന്നത്, ഗ്ലിസറിൻ ബേസാണ് എടുക്കുന്നത്. അതിനുള്ള അളവുകളാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. 1.5 സ്പൂൺ നമ്മുടെ ലാവൻഡറിൻ്റെ ജെല്ല് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജെല്ലൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി, നമ്മൾ എത്തിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ഇനി ഇതിലേക്ക് ഒരു 3 വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റും കൂടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കണം കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മളുടെ കയ്യിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കിറ്റുകളും സോപ്പിനുണ്ടാക്കാനുള്ള കിറ്റുകളും അതുപോലെ തന്നെ ബേസുകളും പലതരത്തിലുള്ള ബേസുകളുണ്ട്. ഷിയ ബട്ടറും ഗോട്ട് മിൽക്ക്, ചാർക്കോൾ, അതുപോലെ തന്നെ അലോവേരയുടെ ബേസ്, ടൊമാറ്റോയുടെ ബേസ്, മാംഗോ ബട്ടർ, അങ്ങനെ കുറേയധികം ബേസുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി, എത്തിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലത്തെ ജെല്ലുകൾ, അലോവേര ജെല്ല്, ഇപ്പോൾ ഇതുകൊണ്ട് ലാവൻഡർ ജെല്ല്, മാംഗോ, അങ്ങനെ കുറേയധികം ജെല്ലുകളും അവൈലബിൾ ആണ്. വേണ്ടവരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഇനി ഞാനിതുണ്ടോ എപ്പോഴും നിങ്ങളതിൽ ഈ ഒരു ബേസ് കട്ട് ചെയ്യുന്നതും എടുത്ത് വെക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. അതപ്പോൾ എപ്പോഴും കാണിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനിത് നേരത്തെ ആ ഒരു ബേസ് കട്ട് ചെയ്തിട്ട് ഈ അടുപ്പിലോട്ട് ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചു. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ജെല്ല് നമ്മൾ പെട്ടെന്ന് ഇതാക്കി വരുമ്പോഴത്തേനും ആ ഒരു ബേസൊക്കെ നല്ല മെൽറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ എന്നിട്ടുണ്ടോ ഞാൻ ഈ ഒരു കൂട്ട് നമുക്കിതിലേക്ക് ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അധികമായിട്ട് ബീറ്റ് ചെയ്ത് ഇളക്കിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ പത വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് സോപ്പിനകത്ത് ഭയങ്കരമായിട്ടും പത കൂടും. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് തീയൊക്കെ നിർത്തിയിട്ട് വേണം ഏതെങ്കിലും സ്മെല്ല് ഒഴിച്ചു കൊടുക്കാൻ. ഞാനിപ്പം നമ്മൾ ലാവൻഡർ സോപ്പാണ് എടുക്കുന്നതുകൊണ്ട് ഫ്രഞ്ച് ലാവൻഡറിൻ്റെ സ്മെല്ലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല സ്മെല്ലാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഫ്രഞ്ച് ലാവൻഡർ അടിപൊളിയാണ്. അപ്പം സോപ്പ് എനിക്ക് ഭയങ്കരമായിട്ടും എന്തിങ്ങനെ മണത്തോണ്ടിരിക്കാനായിട്ട് തോന്നും സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട്. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴത്തേനും ഇതിൻ്റെ അടുത്തിരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഞാനിതുണ്ട് ഈ ഒരു നമ്മുടെ മിക്സ് ഒന്ന് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് ഇളക്കി അതിൻ്റെ സ്മെല്ലെല്ലായിടത്തും ഒന്ന് എത്തിക്കുക. അപ്പോൾ അധികമായിട്ടും കട്ടയായിട്ട് ഇങ്ങനെ ഇളക്കുക, ബീറ്റ് ചെയ്ത് ഇളക്കാതിരിക്കുക കേട്ടോ. അപ്പം ജസ്റ്റ് നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അധികം വലിയ പത വരില്ല. പത വരുന്നത് നമുക്ക് മാറ്റി കളയാനും പറ്റും. നമുക്കിങ്ങനെ ഈ ഒരു ആൽക്കഹോളൊക്കെ ഉപയോഗിച്ചിട്ട് പതകളൊക്കെ മാറ്റാനായിട്ടൊക്കെ പറ്റും. പക്ഷെ അത് നമ്മൾ നാച്ചുറൽ സോപ്പ് ഉപയോഗിക്കുമ്പോഴത്തേനും അത് നല്ലതല്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ജെല്ലെന്ന് പറയുന്നത്, ലാവൻഡറിൻ്റെ ജെല്ല്. വേണ്ടവർ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. അപ്പോൾ ഇനി ഞാനിതുണ്ട് നമ്മുടെ മോൾഡിലേക്ക് എല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 5 എണ്ണമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ 1/2 കിലോ ബേസിൽ 100 ഗ്രാം 110 ഗ്രാമൊക്കെ വരുന്ന ഒരു 5 പീസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. കടയിൽ ഈ ഒരു ഫ്രഞ്ച് ലാവൻഡറിൻ്റെ സോപ്പിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്, എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ കടയിൽ ചെന്ന് നോക്കുമ്പോഴത്തേനും. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ നല്ല ക്വാളിറ്റിയോടെ തന്നെ നമുക്കും സോപ്പുകൾ ഉണ്ടാക്കിയെടുത്ത് നമുക്ക് വിൽക്കാം, സെയിൽ ചെയ്യാം. അത്യാവശ്യം പൈസയ്ക്കൊക്കെ നമുക്കിത് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതുണ്ട് ഈ ഒരു പത ഇതിന് മുകളിലുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് സ്പൂൺ വെച്ചിട്ട് മാറ്റി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ പതയെല്ലാം പോയി കിട്ടും കേട്ടോ. കണ്ടോ, നല്ല ക്ലിയർ ആയിട്ടല്ലേ സോപ്പിൻ്റെ എല്ലാ പതയും ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ രാവിലെ ആയപ്പോഴത്തേനും, ഞാനിത് രാത്രിയിലാണ് വീഡിയോ ചെയ്യുന്നത്, ഇതെല്ലാം സെറ്റാക്കി വെക്കുന്നത്. അപ്പോൾ രാവിലെ ആയപ്പോഴത്തേനും കണ്ടോ നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ സോപ്പ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്ലിയർ ആയിട്ടുള്ള സോപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ആഡ് ചെയ്യാം കേട്ടോ, ലാവൻഡറിൻ്റെ കളർ ആഡ് ചെയ്യാം. ഞാൻ പക്ഷേ കളറൊന്നും ആഡ് ചെയ്യാണ്ട് തന്നെ ആ ഒരു ലൈറ്റ് ഒരു കളർ ഉണ്ടല്ലോ, ആ ഒരു കളർ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ കളർ ആഡ് ചെയ്യാണ്ടിരുന്നത് തന്നെയാണ് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് അടുത്ത തവണ നമ്മൾ കളർ ആഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കൂടെ വേണമെങ്കിൽ ജസ്റ്റ് ഷോർട്ട് പോലെ ഇടാം കേട്ടോ. അപ്പോൾ ഇതുണ്ട്, ഇതിൻ്റെ താഴെവശത്ത് ഒരു ഡിസൈൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ സോപ്പിൽ കണ്ടോ ആ ഒരു ഡിസൈനിൻ്റെ പാടും കൂടെ വരും. അപ്പോൾ ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ. എനിക്ക് സോപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പേഴ്സണലി. നിങ്ങൾക്ക് എന്താണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.